ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഇക്ക ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇക്കാക്ക് ഞാൻ ചായക്ക് ഒരു കുഞ്ഞ് ദോശയും പിന്നെ അതിക്ക് ചമ്മന്തിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക കടയിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ലഞ്ച് റെഡിയാക്കണം. ഇന്നിപ്പോൾ ലഞ്ചിന് ഞാൻ ചോറും കറികളൊന്നും ആക്കണില്ല, പകരം പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ മക്കൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അനുകുട്ടി നൈഷൊക്കെ അവരുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കൊറോണ ടൈമിൽ യൂട്യൂബിൽ മദ്രസ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിരുന്നില്ലേ, അപ്പോൾ അവരത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാട്ടിലൊക്കെ ഓൾറെഡി മദ്രസ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, ഇവർക്ക് നമ്മൾ ലീവ് കൊടുത്തതേനു. പാസ്ത റെഡിയാക്കാനായിട്ട് വെളുത്തുള്ളി ഓയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ സവാള, ക്യാപ്സിക്കം, മഷ്റൂം എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെജിറ്റബിൾസ് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നൈഷുകുട്ടിനെ 1ാം ക്ലാസ്സിൽ ചേർക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇക്ക പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം ചേർത്താൽ മതി എന്നുള്ളതൊക്കെ. എന്താണെങ്കിലും അവൾ ഇടയ്ക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് സ്കൂളിൽ LKG അറബിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഏകദേശം അക്ഷരങ്ങളൊക്കെ പഠിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയിട്ട് നോക്കണം, പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവളെ 1ാം ക്ലാസ്സിൽ ചേർക്കണം എന്ന് വിചാരിക്കും. പാസ്ത ഞാനിവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട്, ഒന്നുകൂടെ കുക്കായി വരാനുണ്ട് കേട്ടോ. മക്കൾക്ക് പാസ്തയിൽ ചിക്കനും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ കുറച്ച് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കനിലോട്ട് ഞാനൊരൽപ്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓയിലൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് ഓയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ടൊരു 3/4 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ പാസ്ത അല്പം ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ഞാനിതിൽ ചേർക്കണില്ല. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ബോട്ടിലിന് താഴെ കുറച്ച് കെച്ചപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കെച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ, കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു പാസ്തയിലുള്ള വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് പാസ്ത കുക്കായി വരുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് സ്പൈസി ആയിട്ടും നല്ലൊരു ടേസ്റ്റ് ആയിട്ടും കിട്ടും. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ് കേട്ടോ. സാധാരണ ഞാൻ ചോറും കറികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ്, പക്ഷെ ഇന്നിപ്പോൾ മക്കൾക്ക് പാസ്ത വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അതാക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടി നിന്നതേനു. ഈ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ, പക്ഷേങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു ടൈം കിട്ടാത്തത് കാരണം അങ്ങനെ ഡിലേ ആയി പോയതാണ്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടുത്തെ വെക്കേഷനൊക്കെ തീർന്ന് നാളെ നമ്മൾ നാട്ടിൽ പോവുകയാണ്. അതായത് മെയ് 31 നമ്മൾ പോവും. 1-ാം തീയതി നാട്ടിലെത്തും. കണക്ഷൻ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള പർച്ചേസിങ് വീഡിയോസും അതേപോലെ പെട്ടികെട്ടലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഷെയർ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരത്തെ ചായൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വൈകിട്ടത്തെ ചായ കുടിക്കുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇക്ക ബർഗറും സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ബർഗർ ടീ ടൈമിലെ ബർഗറും അവിടുത്തെ മിക്സഡ് ജ്യൂസാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
ഇവിടെ വന്നിട്ട് ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ ഒരുവിധം എല്ലാ ബർഗറും, അതായത് എല്ലാ ഷോപ്പിലുള്ള ബർഗറും ടേസ്റ്റ് നോക്കിയിട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ബർഗർ കിങ് ഉണ്ടല്ലോ, അത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ടീ ടൈമിലെ ബർഗർ തന്നെയാണ്. ഇത് ടീ ടൈം അല്ല, ഇത് ടി വേൻ്റെ ബർഗറാണ്. പക്ഷേങ്കിൽ ഇത് അതിനോളം ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയിൽ നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇവിടുന്ന് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫിഷും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇവിടെ വന്ന പഠനം നൈഷുക്കുട്ടി നേരെ കയറിയിട്ട് ഇതാ ട്രോളിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഈ ഒരു ട്രോളിയിൽ അവളെ ഉന്തിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ വന്ന് എൻ്റെ ഈ ഒരു സെക്ഷനിൽ വരും. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയുള്ളതൊക്കെ എടുക്കാൻ നോക്കും. ഇക്ക നേരെ പോയിട്ട് ഫിഷും മീറ്റും അങ്ങനെയുള്ളതൊക്കെ നോക്കും. മക്കൾ അവർക്ക് വേണ്ട ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കും കേട്ടോ. പിന്നെ അതാ ഇവിടെ വന്നേ പിന്നെ ഈ ഒരു മഷ്റൂം ഞാൻ കരായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതാ സോനുട്ടി അനുവിനെയും നെയ്ഷുവിനെയൊക്കെ നോക്കുന്നുണ്ട് അതിനിടക്ക്. ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ എടുക്കുമ്പോൾ അനുക്കുട്ടി എൻ്റെ കൂടെ നടന്നിട്ട് അതിന് വേണ്ട ആ ഒരു കവർ ഉണ്ടല്ലോ, അത് അവിടുന്ന് എടുത്ത് അവൾ തരും കേട്ടോ. അവൾക്ക് ആ ഒരു കവർ എടുത്ത് തരാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ സോനുട്ടി അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യണമൊക്കെ ഉണ്ട്. പിന്നെ മക്കൾക്ക് ഇപ്പോൾ ഏത് മാളിൽ വന്നു കഴിഞ്ഞാലും ഒരു പേടിയില്ല കേട്ടോ. അവർ നേരെ അങ്ങോട്ട് ഇറങ്ങി ഓടും. പിന്നെ ഞാൻ അവരെ തിരഞ്ഞുകൊണ്ട് നടക്കണം. പക്ഷെ അവർക്ക് യാതൊരു പേടിയില്ല. ഇടയ്ക്ക് നമ്മൾ മിസ്സാകുമ്പോഴൊക്കെ ഉണ്ടാവില്ല, എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ എവിടെ ഇപ്പച്ചി എന്നുള്ള ആ ഒരു പേടിയൊക്കെ വരില്ല. ഇവർക്ക് അങ്ങനെ യാതൊരു പേടിയില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഒരു പോക്ക്. മട്ടനിന് പല വെറൈറ്റീസും ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം എടുത്ത അരി ഏതാണെന്ന് അറിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇക്ക. അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇതാ ഞാൻ നേരെ വന്നിട്ട് ഇതാ ഇവിടെയുള്ള ഈ പാത്രങ്ങളുടെ ഒക്കെ ഒരു ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട്ടിലോട്ട് പോകാനുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേങ്കിൽ ഇത് കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ നോക്കി കണ്ട് ആസ്വദിച്ച് നിന്നു. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. രാത്രി ഏറെ വൈകിട്ടായിരുന്നു നമ്മൾ പർച്ചേസിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഇവിടെയൊക്കെ ഏകദേശം ക്ലോസ് ആക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴി ഷവർമയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഇവിടെ അടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാനുള്ളൊരു പാർക്ക് എന്നല്ല ഒരു ഏരിയ, അവിടെ വന്നിരുന്നിട്ടാണ് കേട്ടോ പിന്നെ ഷവർമയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം ഒന്ന് നടക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇതാ നമ്മളിവിടെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തുർക്കി ഷവർമയാണ് കേട്ടോ. ഇവിടെ വന്ന് പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഷവർമ കഴിക്കണത്. ഇന്നിപ്പോൾ ഫുള്ള് ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഫുഡാണ് കേട്ടോ കഴിച്ചിരിക്കണത്. നൈഷും ആ ഒരു ഷവർമ കണ്ടപ്പോഴേ ഞെട്ടിട്ടോ. ഓളോളം പോകുന്നൊരു ഷവർമ എന്ന് പറഞ്ഞിട്ട് അത് പാതി കഴിച്ചപ്പോഴേക്കും ഓളാകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷവർമയൊക്കെ കഴിച്ച് പിന്നെ ഇതാ മക്കളെയും കൊണ്ട് കുറച്ച് സമയം അതിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നിട്ടാണ് നമ്മൾ നേരെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അവിടെ അടുത്ത കടയിൽ ഹോട്ടലിൽ കാക്ക അവിടെ മീൻ വാങ്ങിച്ചപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്കും മീൻ വേണമെന്നുള്ളത്. അപ്പോൾ വലിയൊരു മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, ഐക്കോറയാണ്. അപ്പോൾ ഇക്ക അത് കിട്ടിയപ്പോൾ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഐസോട് കൂടി തന്നെ കട്ട് ചെയ്തതുകൊണ്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഇതാ ഇന്നിപ്പോൾ മീനൊക്കെ വാങ്ങിച്ച് അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ചെറിയൊരു വ്ളോഗാണ്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. Come io.